ഹലോ ആർമീസ്. അങ്ങനെ നമ്മുടെ ചെങ്കുക്കും ജിമ്മിനും ഒഫീഷ്യലി മിലിറ്ററി സർവീസിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പിന്നെ ആർമീസ് നമ്മുടെ ഈ ഓഡിയോയിലാണെങ്കിൽ ഇവിടെയാണ് ഭയങ്കര മഴയാണ്, അപ്പൊ അതിൻ്റെതായ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ കാണുമായിരിക്കും. ഇവര് രണ്ടുപേരും ആണെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ രണ്ടുപേരും നല്ല ഷൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ക്യാമറയിലൊക്കെ നോക്കാൻ ഭയങ്കര മടിയുള്ള പോലെ ഭയങ്കര ചിരിച്ചൊക്കെ ആയിരുന്നു വന്നത്. ഇനി ഇവർ രണ്ടുപേരും മീഡിയയോട് പറഞ്ഞ സ്പീച്ച് നമുക്ക് നോക്കാം. ചെങ്കുക്കാണെങ്കിൽ പറഞ്ഞത്, ഇതിപ്പോൾ കുറേ നാളായല്ലോ ക്യാമറയുടെ മുന്നിൽ, അതുകൊണ്ട് എനിക്ക് വളരെ ഷൈനസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ ജൂനിയേഴ്സിനോടും സീനിയേഴ്സിനോടും എൻ്റെ കൂടെ മിലിറ്ററിയിൽ വർക്ക് ചെയ്ത് എല്ലാവരോടും എനിക്ക് താങ്ക്സ് ആണ് പറയാനുള്ളത്. അവരെല്ലാം ഒരുപാട് വർക്ക് ചെയ്തു. ജിമ്മിൻ പറഞ്ഞത്, ഇത് കുറേ നാളായല്ലോ ആർമീസ് നിങ്ങളെയൊക്കെ കണ്ടിട്ട്, അതുപോലെ തന്നെ ഞാൻ ഫൈനലി ഡിസ്ചാർജ്ഡ് ആയി. എനിക്ക് വളരെ നന്ദിയുണ്ട് എല്ലാവരോടും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മിലിറ്ററിയിൽ ഞാൻ ഫസ്റ്റ് ടൈം നിന്നപ്പോൾ അതെനിക്ക് വളരെ ഹാർഡായിട്ടുള്ളൊരു ടൈമായിരുന്നു. ഇതൊരിക്കലും ഈസി ആയുള്ളൊരു കടമ്പയായിരുന്നില്ല. ഞാൻ ഒരുപാട് സഫർ ചെയ്തു. എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മെമ്മറീസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് പ്രധാനമായിട്ട് പിന്നെയും പറയാനുള്ളത്, മിലിറ്ററി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി പ്ലേസ് അല്ല. വളരെ ഹാർഡ് ടൈമാണ് അവിടെ. അതുകൊണ്ട് നിങ്ങളിനി സോൾജേഴ്സിനെയൊക്കെ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരോട് വളരെ നന്നായി സംസാരിക്കണം എന്നൊക്കെ ജിമ്മിൻ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ നേരെ പോയത് ഹൈബിലോട്ടാണ്. ഹൈബിലാണെങ്കിൽ ഇന്നലെ ആർഎമ്മിനെയും വീനെ സ്വീകരിച്ചതുപോലെ ഹോബി ഉണ്ടായിരുന്നു അവരെ വെൽക്കം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു ഹൈബിൻ്റെ. ഇനി നമുക്ക് ഇവരുടെ ലൈവിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കാം. ഹലോ വി ആർ BTS എന്ന് പറഞ്ഞാണ് അവർ ലൈവ് തുടങ്ങിയത്. എന്നിട്ട് ജിമ്മിൻ പറയുന്നുണ്ട്, ഞങ്ങൾ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഫാൻസ് ഇതിൻ്റെ ഔട്ട്സൈഡ് നിൽപ്പുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. നിങ്ങൾ സേഫായിട്ട് ഹോമിൽ എത്തുന്നതായിരിക്കും എനിക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ സേഫ്റ്റിയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു എന്നും പറയുന്നുണ്ട്. ഞാൻ ഓർത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, എളുപ്പമായിരിക്കുമെന്ന്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് ജിമ്മിൻ പറയുമ്പോൾ ചെങ്കുക്ക് പറയുന്നുണ്ട്, ഞാൻ വളരെ ഷൈ ആയിരുന്നു, എൻ്റെ ചുറ്റിനും ക്യാമറ ആയിരുന്നു വന്നപ്പോൾ, അപ്പോൾ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട്, ജേർണലിസ്റ്റിനെയും മീഡിയസിനെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കാല് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുമായിരുന്നെന്ന്. അപ്പോൾ ചെങ്കുക്ക് പറയുന്നു, ശരിയാ, ഞാൻ സല്യൂട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ കൈ വളരെ ഷെയ്ക്ക് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന്. ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തു, എന്നിട്ടും. അപ്പോൾ ചെങ്കു പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമുക്ക് ക്യാമറേനെ ഫേസ് ഒക്കെ ചെയ്യാനുള്ളതാണ്, ഈ ഷൈനസ് ഒക്കെ ഇനി മാറ്റണമെന്ന്. അതുപോലെ തന്നെ എനിക്ക് ആർമീസിനോട് നന്ദി പറയാനുണ്ട്. നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി, എനിക്ക് ഒരുപാട് സ്റ്റോറീസ് മിലിറ്ററിയിലൊക്കെ പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേന് ജിമ്മിൻ പറയുന്നുണ്ട്, ശരിയാ, ആർമീസൊക്കെ സ്റ്റോറീസൊക്കെ കേൾക്കാൻ വേണ്ടി ക്യൂരിയസ് ആയിരിക്കുമെന്ന്. അതുപോലെ ആർമീസ് ആണെങ്കിൽ ഒരുപാട് നാളുകൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, 1 year 6 months. അതിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അതിന് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് പേ ചെയ്യുമെന്നും ഞാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ എടുക്കുമെന്നും ചെങ്കുക്ക് പറയുന്നുണ്ട്. ശേഷം ജിമ്മിനാണെങ്കിൽ കുറച്ച് മിലിറ്ററി എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം ഒട്ടും ഓക്കെ ആയിരുന്നില്ല. ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും, അവിടെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ജെങ്കുക്ക് പറയുന്നുണ്ട്, എനിക്ക് വലിയ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞാൻ വളരെ കൂളായിട്ടായിരുന്നു മിലിറ്ററിയിൽ എൻലിസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ ജിമ്മിൻ വീണ്ടും പറയുന്നു, ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ആ ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് വളരെ പേടിയായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് നാളൊന്നും ഫുഡ് കഴിച്ചില്ല. ആദ്യത്തെ 5 week എന്ന് പറയുന്നത് എനിക്ക് വളരെ പാടായിരുന്നു. ഞാൻ കഴിക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ ഉറങ്ങുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ തന്നത് ജെങ്കുക്കായിരുന്നു. 2 ദിവസം അല്ലേ, അതൊക്കെ പെട്ടെന്ന് പോകും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബേസിൽ ഷിഫ്റ്റ് ആകുമല്ലോ, അപ്പോൾ ഓക്കെ ആയിക്കോളൂ എന്നൊക്കെ ജെങ്കുക്ക് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബേസ് ഷിഫ്റ്റായി, ഞാൻ ഓക്കെ ആയി. എന്നാൽ ജെങ്കുക്ക് പെട്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അവസ്ഥ ജെങ്കുക്കിന് വന്നു. ജെങ്കുക്ക് എന്നോട് പറയാൻ തുടങ്ങി, ഇതെന്തുവാ ദിവസം ഭയങ്കര പതുക്കെയാണല്ലോ പോകുന്നത്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേനും ഞാൻ തിരിച്ച് ജെങ്കുക്കിനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. 1 വീക്കൊക്കെ 2 ദിവസം പോലെ പോകും, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ജെങ്കുക്കിൻ്റെ മോട്ടിവേറ്റർ ആയെന്ന് ജിമ്മിൻ പറയുന്നു. ജെങ്കുക്കും അത് എഗ്രി ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ജിമ്മിൻ അത് എഗ്രി ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അവിടുത്തെ ദിവസങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നുവെങ്കിലും ദിവസങ്ങളെല്ലാം വളരെ പതുക്കെ ഇഴഞ്ഞായിരുന്നു പോകുന്നു എന്നത്. കാരണം 1 വീക്ക് എന്ന് പറയുന്നത് 1 month പോലെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ജെങ്കുക്കും പറയുന്നുണ്ട്, എനിക്ക് 1.5 വർഷം എന്നുള്ളത് 3 വർഷം പോലെയാണ് തോന്നിയതെന്ന്. പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ജെങ്കുക്ക് പറയുന്നുണ്ട്, ഞാൻ പക്ഷേ അവിടെ കൂടുതലും മിസ് ചെയ്തത് ആർമീസിനെയാണ്. അപ്പോൾ ജിമ്മിൻ അത് എഗ്രി ചെയ്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഉറങ്ങാത്ത ഒരുപാട് രാത്രികളിലും ഞങ്ങൾ പ്രാക്ടീസിനെ കുറിച്ചും ആർമീസിനെ കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ ബാക്കി മെമ്പേഴ്സുമായിട്ട് ഒരുമിക്കുന്നതും അവരുടെ കൂടെ പുതിയ പുതിയ മ്യൂസിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ ഓർക്കുമ്പോൾ തന്നെ ഇമോഷണൽ ആകുമായിരുന്നു എന്നും ജെങ്കുക്ക് പറയുന്നുണ്ട്. ശരിയാ, ഞാനും ആ ദിവസങ്ങളിലൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആകുമായിരുന്നു എന്ന് ജിമ്മിനും എഗ്രി ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ പങ്കുവെക്കുമ്പോഴാണ് TST ഫ്രണ്ട്സിന്റെ കാര്യം പറയുന്നത്. TST ഫ്രണ്ട്സ് ആണെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് മെസ്സേജ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർ 5 പേരും എഴുതിയ മെസ്സേജസ് ഒരു കാർഡ് പോലത്തെ നോട്ടിൽ 2 എണ്ണമായിട്ടാണ് കൊടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു ആ കൊടുത്തു വിട്ടതിൽ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നയാൾ യോൻജുൻ ആയിരിക്കും എന്ന്. ചെങ്കുക്കാണെങ്കിൽ നന്ദി സൂചകമായിട്ട് പറയുന്നുണ്ട്, നമുക്കിത് ഉറക്കെ വായിച്ചാലോ, അപ്പോൾ ആർമീസിനെയും കേൾക്കാമല്ലോ എന്ന്. അപ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട്, വായിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ
യോഞ്ചുന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ബാഡാണല്ലോ എന്ന് ജിമ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് യോഞ്ചുന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് എനിക്ക് എൻ്റെ പോലെയാണ് തോന്നുന്നത്, പക്ഷേ ബോങ്ക്യൂന്റെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ബോങ്ക്യൂന്റെ ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും ജിമ്മി യോഞ്ചുനെ വിട്ടിട്ടില്ല. വീണ്ടും പറയുന്നുണ്ട് എത്ര നോക്കിയിട്ടും യോഞ്ചുന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് എൻ്റെ കണ്ണിൽ ഉടക്കി നിൽക്കുന്നത്. അത്രയ്ക്ക് മോശം ഹാൻഡ് റൈറ്റിംഗ് ആണോ പാവം യോഞ്ചുന്റെ. എന്നിട്ട് ഇവരുടെ TST ഫ്രണ്ട്സിന് താങ്ക്സ് പറയുന്നുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് യോഞ്ചുന്ന് പറഞ്ഞിട്ട് മീൽസ് കഴിക്കാൻ നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ വീണ്ടും മിലിറ്ററിയുടെ ഓർമ്മകളൊക്കെ അയവിറക്കാൻ തുടങ്ങി. ജിമ്മിൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഉറങ്ങുമ്പോൾ ജങ്കുക്ക് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ജങ്കുക്കാണെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെ അവിടെ വന്ന് തല വെച്ച് ഉറങ്ങുമായിരുന്നു. ജങ്കുക്കിൻ്റെ കൂർക്കം വലിയൊക്കെ ഒരു പ്രശ്നമായിരുന്നു എന്നൊക്കെ തമാശ രൂപേണ പറയുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ ഒരു സൈഡായി വെച്ചിട്ട് എന്നെയാണോ ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്നുള്ള രീതിയിൽ ജങ്കുക്ക് ജിമ്മിനെ നോക്കുന്നുണ്ട്. ശേഷം ജങ്കുക്ക് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ എന്നോട് ഓരോരുത്തരൊക്കെ പറയുമായിരുന്നു ഹയുങ് ഒരു സെലിബ്രിറ്റി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തന്നെയായിട്ട് ഞാൻ വളരെ കമ്പനിയായിരുന്നു. അവരെനിക്കൊരു ഫാമിലി പോലെ ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ എക്സ്പീരിയൻസ് ജങ്കുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവരിതുപോലെ ഒരുപാട് കാര്യങ്ങൾ മിലിറ്ററിയിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ആർമീസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നെന്നും പ്രാക്ടീസിനെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഇവർ ഒരുപാട് സംസാരിക്കുമായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകുമായിരുന്നെന്നും ജിമിൻ പറയുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ ആർമീസിനോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഉടനെ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. ലവ് യു സോ മച്ച്. ബൈ ബൈ ആർമീസ് എന്നും പറഞ്ഞ് അവർ ആ ലൈവ് എൻഡ് ചെയ്തായിരുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ മിലിറ്ററിയിലെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്കെല്ലാം കയറ്റാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.